ഈസി ഓർക്കിഡ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നഫീസ റഹ്മത്തുള്ള. ഇന്നത്തെ വീഡിയോ ഇതുപോലത്തെ പ്ലാന്റ്സ് 3 ഇഞ്ചിൽ കിട്ടുന്ന മദർ പ്ലാന്റ്സ്. ഈ മദർ പ്ലാന്റ്സ് എങ്ങനെയാണ് റീപോർട്ട് ചെയ്യുക, ക്ലേ പോട്ടിലേക്ക് റീപോർട്ട് ചെയ്യുക. ഇതുപോലെ എപ്പോഴും ക്ലേ പോട്ടാണ് നല്ലത്. അപ്പോൾ ചെടി എത്ര വലുതായാലും അതിലിരുന്നോളും. അതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നമുക്ക് കാണാം. അതിന് വേണ്ട ആവശ്യമായ സാധനങ്ങൾ: കത്രിക വേണം, മരത്തിൻ്റെ കരി വേണം, അത് വാഷ് ചെയ്ത് ക്ലീൻ ആക്കിയിട്ട് വേണം എടുക്കാൻ. പിന്നെ ഒരു കമ്പ് വേണം, കമ്പോ അല്ലെങ്കിൽ PVC പൈപ്പിൻ്റെ ഏതാ നമ്മളെ കയ്യിലുള്ള വെച്ചാൽ അത് ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് സാഫ് വേണം. പിന്നെ വേണ്ടത് ഒരു പോട്ടിൽ കുറച്ച് വെള്ളം വേണം, 2 പോട്ടിൽ വെള്ളം വേണം. ഓക്കെ, ഇത്ര സാധനങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി എങ്ങനെയാണിത് ഈ 3 ഇഞ്ച് പോട്ടിൽ ഇങ്ങനെ വേരുകളൊക്കെ വന്നിട്ടാണ് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ എടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇതിൽ നിന്ന്. ഓക്കെ, നമുക്കതിന് കത്രിക ആവശ്യമാണ്. സാനിറ്റൈസർ അടിച്ച് ഒന്ന് അണുവിമുക്താക്കുക. കത്രിക ആവശ്യം വരും, കാരണം വേരുകളൊക്കെ നന്നായി ഇതിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കൈ കൊണ്ടൊക്കെ ഇങ്ങനെ ആക്കിയെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ ആക്കിയെടുക്കുക. എന്നിട്ട് അത് വേണ്ടത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ പ്രസ് ചെയ്താൽ ഇതുകൊണ്ട് ഊരിപ്പോരും. കണ്ട, അപ്പോൾ ഇതുപോലെ ഊരിപ്പോന്നു. എന്നിട്ട് ഇതിൽ നോക്കുക, കംപ്ലൈൻ്റ് ഉള്ള വേരുകൾ എത്ര ഉണ്ട് എന്നുള്ളത്. ചീഞ്ഞ വേരുകൾ ഉണ്ടാകും. അപ്പോൾ ഇതിൽ ടൈറ്റായിട്ട് ഇരുന്നിരുന്നല്ലേ. അപ്പോൾ ഇതിൻ്റെ വളർച്ചയ്ക്ക് നമ്മൾ ഈ പോട്ട് മാറ്റിയേ പറ്റുകയുള്ളൂ. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഇതൊക്കെ ഈ വെള്ള ഇതൊക്കെ നല്ല ഹെൽത്തി പ്ലാന്റ്സാണ്. അപ്പോൾ അതൊന്നും കളയാതെ ഇതിലടിയിൽ ഇങ്ങനത്തത് ഇതേപോലത്തത് നമുക്ക് കട്ട് ചെയ്ത് കളയണം. പിന്നെ ഈ ചകിരി ഇതിൽ നിന്ന് നീക്കാം. ഓക്കെ, ചകിരി നീക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ചകിരി നീക്കുന്നത് ഇങ്ങനെ നീക്കാം. ഓക്കെ, ഇങ്ങനെ നീക്കിയെടുക്കാം. നമുക്ക് ഇതേപോലെ കൈ കൊണ്ട് ഇങ്ങോട്ട് എടുത്താൽ അതൊക്കെ ഇങ്ങോട്ട് പോരും. അപ്പോൾ വേര് പൊട്ടും എന്നൊന്നും കരുതണ്ട. വേര് പൊട്ടൽ പ്രശ്നമുള്ളതല്ല. നല്ല മദർ പ്ലാന്റ്സ് ആയ കാരണം ഒരു കംപ്ലൈൻറ്റും വരില്ല. പൊട്ടാതെ ശ്രദ്ധിക്കാം എന്ന് മാത്രം. ഇനിയിപ്പോൾ അഥവാ ഒരെണ്ണം പൊട്ടിയാൽ അതിന് ടെൻഷൻ ആവണ്ട. ഓക്കെ, ഫുള്ള് എടുത്ത് എന്നിട്ട് നമ്മൾ കത്രിക നമ്മളിവിടെ വെച്ചിട്ടുണ്ടല്ലോ, കത്രിക എടുത്തിട്ട് ഈ കംപ്ലൈൻറ്റുള്ള, ഇപ്പോൾ ഇതിലധികം കംപ്ലൈൻറ്റുള്ള വേരുകളൊന്നും കാണാനില്ല. എന്നാലും ഞാൻ കാണിച്ചു തരാം. അതെ, ഇതൊക്കെ കംപ്ലൈൻറ്റുള്ള അതൊക്കെ കട്ട് ചെയ്ത് കളയാം നമ്മൾ. ഓക്കെ, ഫുള്ള് കട്ട് ചെയ്ത് കളയാം. അങ്ങനെ ചീഞ്ഞത് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാം കേട്ടോ. നമ്മൾ ഫുള്ള് ചകിരി എടുത്ത് എന്നിട്ട് നമ്മൾ വെള്ളം വെച്ചിട്ട്, സാധാ വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിൽ നല്ലോണം വാഷ് ചെയ്തെടുക്കുക. ഈ ചകിരിയും ഇതെല്ലാം വാഷ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നമ്മൾക്കിപ്പോൾ അടുത്തൊന്നും ഇത് റീപോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാ വേരുകൾക്കൊന്നും ഇനി ഒരിക്കലും കംപ്ലൈൻറ്റ് വരാതെ നിലക്ക് വേണം നമ്മൾ റീപോർട്ട് ചെയ്യാൻ. അപ്പോൾ ഓക്കെ, ഇതൊക്കെ നല്ലപോലെ വാഷ് ചെയ്ത് എടുത്തിട്ട് ഇവിടെ വേറൊരു പോട്ടിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിൽ സാപ്പിടുക. 2 കണക്കാക്കിയിട്ട് ഇട്ടാൽ മതി. കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമുള്ളതല്ല. ഞാൻ എപ്പോഴും പറയുന്നതാണ്. സാഫ് അങ്ങനെ അളവിൽ പ്രശ്നം വന്നാൽ ബുദ്ധിമുട്ടില്ല പ്ലാന്റ്സിന്. എന്നിട്ട് ഇതെടുത്തിട്ട് ഇതിൽ മുക്കി വെക്കുക. ഓക്കെ, നല്ല പോലെ വരും. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഇതേപോലത്തെ പോട്ടിലാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് സെറ്റ് ചെയ്യണത് എങ്ങനെയെന്ന് നോക്കാം. ഞാൻ വെറും കരി മാത്രം ഉപയോഗിച്ചാണ് സെറ്റ് ചെയ്യണത്. അപ്പോൾ ആദ്യമായിട്ട് കുറച്ച് കരി ഇട്ട് കൊടുക്കുക. കരി അങ്ങനത്തെ കരിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുപോലത്തെ കരി തന്നെ ആയിരിക്കണം. കരി സെറ്റ് ചെയ്ത് വെച്ചിട്ട് എന്നിട്ട് നമ്മൾ ഒരു കമ്പ് എടുക്കുക. ആ കമ്പ് ഇവിടെ സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെയും കരി ഇട്ടിട്ട് നമ്മളത് ഉറപ്പിച്ച് നിർത്തുക. ഓക്കെ, എല്ലാ ഇതിലിങ്ങനെ വെച്ചാൽ അപ്പോൾ പ്ലാന്റ്സിൽ കമ്പി ഇങ്ങനെ ഉറച്ചോളൂ. ഈ കരിയിൽ കരി ടൈറ്റായിട്ട് ഈ കമ്പിയിൽ കൊടുക്കുക. അപ്പോൾ അത് കണ്ട കമ്പി അതിൽ നല്ല സെറ്റായി. കമ്പ എന്തായാലും അതിൽ സെറ്റായിക്കോളും. ഇട്ട് അപ്പോൾ ചെടി വേരുകൾ കുറച്ച് പൊങ്ങി നിൽക്കണം. കരി മാത്രം ഇടുന്നതിൻ്റെ ഞാൻ പറഞ്ഞില്ല, വേരുകൾക്ക് കേട് വരില്ല. പിന്നെ ഇതിൽ കാർബൺ കൂടുതലാണ് നമ്മൾ കരിയിലുള്ളത്. അപ്പോൾ വേരുകൾക്ക് ചീച്ചൽ വരില്ല. പിന്നെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം, ഒച്ചിൻ്റെ ഉപദ്രവം കുറയും. അപ്പം നമ്മൾ ഇതെടുക്കണം.
സാപ്പിൽ വെച്ചിട്ട് എടുത്ത്. ഓക്കെ, ഇപ്പോൾ നല്ല വൃത്തിയായി. ഓക്കെ, കണ്ടല്ലോ. എന്നിട്ടത് ഇങ്ങനെ വെക്കുക, ഈ ഇതിനോട് മുട്ടിച്ച് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇങ്ങനെ കെട്ടുക. ഒരു കമ്പി എടുത്തിട്ട് ചുറ്റും ഇങ്ങനെ കെട്ടി വെക്കുക. ഒരു കമ്പിയല്ല, ഒരു കഷ്ണം നൂലോ എന്തെങ്കിലും എടുത്ത് ചരട് എടുത്തിട്ട് കെട്ടുക. ചരടെടുത്ത് കെട്ടിയിട്ട് അപ്പോൾ അതിലത് സെറ്റായിട്ട് പിന്നെ നമ്മൾ ബാക്കിയുള്ള കരിയും കൂടി മേലെ ചുറ്റും ഇട്ട് ഫില്ലാക്കുക. ചട്ടിയുടെ ചുറ്റും ഇടുക. പക്ഷെ വേരുകളുടെ മേലേക്ക് വല്ലാണ്ട് ഇടേണ്ട, വേരുകളിൽ ടൈറ്റാക്കുകയും വേണ്ട. എന്നാൽ പ്ലാന്റ്സ് അനങ്ങാതെ ഇരിക്കുകയും വേണം. ആ നിലക്ക് ഇത് സെറ്റാക്കുക. അപ്പോൾ അത് സെറ്റായിട്ട് ഓക്കെ ഓക്കെ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇങ്ങനെ നമ്മൾ ചെയ്താൽ പോലെ ഇരുന്ന് ഇതിലിപ്പോൾ ഞങ്ങൾ 2 പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പൂക്കൃഷിക്കൊക്കെ ചെയ്യുന്നവരല്ല, ഭംഗിക്കായാലും നമ്മൾ 2 പ്ലാന്റ്സ് വെച്ച് ഇതുപോലെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ഞാൻ ഈ ഒരു പ്ലാന്റ്സ് വെച്ചത് 2 പ്ലാന്റ്സ് ആക്കിയിട്ട് വെക്കുക. എന്നിട്ട് ഇതുപോലെ കെട്ടി കൊടുക്കുകയെന്ന് വെച്ചാൽ ഇതുപോലെ കണ്ട നിറയെ സ്പൈക്കായിട്ട് എപ്പോഴും ഫ്ലവറായിട്ട് നമ്മൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. കുറച്ച് വെള്ളത്തിൽ സാപ്പിട്ട് അത് ഇതിൻ്റെ വേരുകളും പ്ലാന്റ്സിൻ്റെ വേരുകളിലും മീഡിയത്തിലും നല്ലപോലെ ഒഴിച്ച് കൊടുക്കുക. ഓക്കെ, വേര് ചീച്ചൽ വരാതിരിക്കാനാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതിൽ കമൻറ്റിൽ ഇട്ടാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. വാട്സപ്പിലും ചോദിക്കാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം.